കൊണ്ട് നമ്മൾ തമ്മിലുള്ള കരാറില്ലേ അത് അവിടെ വെച്ച് പൊട്ടി. മനസ്സിലായോ? ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും പറയാ, ചെയ്യാ, പ്രവർത്തിക്കുക. എൻ്റെ അടുത്തേക്ക് ഒന്നും പറഞ്ഞു വരരുത്. ഇനിയായിട്ട് കേൾക്കാനും പോകുന്നില്ല. ഞാൻ എല്ലാവർക്കും ഒരു വാണിങ്ങേ കൊടുക്കുള്ളൂ. മനസ്സിലായോ? ഒറ്റ പ്രാവശ്യം. അത് ഈ റമദാൻ മാസത്തില് റമദാൻ 1 എൻ്റെ അടുത്ത് മാറ്റേ ഞാനും ഉമ്മയൊക്കെ നിൽക്കുന്ന സമയത്ത് സാധ്യത വന്നു. അവളും തെറ്റും മര്യാദയും പറഞ്ഞു. അത് കാരണം എൻ്റെ ഉമ്മ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇനി ഓൾക്കെതിരെ വീഡിയോ ചെയ്യൂല, അതുപോലെ തന്നെ ഓളുമായിട്ടുള്ള ഒരു കണ്ടന്റ് ഞാൻ ചെയ്യൂല എന്നൊക്കെ ഞാൻ ഉമ്മാക്ക് വാക്ക് കൊടുത്തു. ആ വാക്ക് ഞാൻ തെറ്റിക്കൂല എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ കൂട്ടത്തില് ഈ ഫാത്തി ആയിട്ട് ഞാൻ നിരന്തരം വീഡിയോ ഞാൻ ഫാത്തിക്കെതിരെ ചെയ്യലുണ്ട്. ഫാത്തി ഒന്നും മിണ്ടാറില്ല. ഫാത്തി മിണ്ടാറില്ല പറഞ്ഞാല് ഫാത്തി മിണ്ടിയാല് ആകെ തെറിയേ പറയുള്ളൂ. കാരണം ഫാത്തി വിചാരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് ഫാത്തി ഇതുവരെ എല്ലാവരും ഒതുക്കിയിട്ടുള്ള കാര്യം അങ്ങനെ തന്നെ കേട്ടോ. എന്ത് ഫാത്തിനോട് നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്, ഓൻ്റെ അടുത്ത് ഉത്തരം മുട്ടി എന്ന് വിചാരിച്ച അവൻ ആ വ്യക്തിയെ, അതിപ്പോ ഇനി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, ഉമ്മാക്കും വാപ്പാക്കും മക്കൾക്കും കുടുംബത്തിനും ഒക്കെ ആയിട്ട് നല്ല തെറി വിളിക്കുക. അതായത് എതിരാളികളെ എങ്ങനെ തളർത്താം എന്നുള്ളൊരു സൈക്കോ മൈൻഡാണ് അവൻ്റെ. എങ്ങനെ തെറി പറഞ്ഞത് കൊണ്ട്. എൻ്റെ ഉമ്മയും എൻ്റെ വൈഫും എൻ്റെ മക്കളും വാപ്പി എല്ലാം ഇപ്പൊ വീട്ടിലുണ്ട്. അവരാരും ഈ തെറി പറഞ്ഞത് പോലും അറിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ നിന്റെ അക്കൗണ്ട് ബ്ലോക്കഡ് ആണ്. ഒന്നാമത് ഈ ഫാത്തിയുടേത്. ഇനിയിപ്പോ അത് അവരറിഞ്ഞു വിചാരിച്ചോ, അവർക്കൊന്നും സംഭവിക്കാനും പോണില്ല. കാരണം തെറി ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് കുറേ ഓൻ്റെ ഉമ്മാനെ വാപ്പാനെ മക്കളെ ഒക്കെ അങ്ങോട്ട് തെറി പറഞ്ഞു വിചാരിക്കാം. അത് അവർക്ക് ആർക്കെങ്കിലും മേത്ത് നോവുന്ന ഒരു വിഷയമാണോ? അല്ല. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് കാര്യം, അവൻ സംസാരിക്കുന്നത് പിന്നെ ഇന്നെ തെറി പറഞ്ഞ് തോൽപ്പിക്കാനുള്ള മറുപടി. അതായത് ഞാൻ പറഞ്ഞതിന് ഒന്നിനും മറുപടി അല്ല അവന്റെ വെറും തെറിയാണ്. പക്ഷെ ഇവര് തമ്മിൽ പേഴ്സണലി ചാറ്റ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിനോട് വേറെ ആള് പറഞ്ഞേക്കണു. സാജിദയും ഫാത്തിസും തമ്മിൽ പേഴ്സണൽ ചാറ്റ് ഉണ്ടെന്ന്. അപ്പം മക്കളെ ഞാനിപ്പോ ഈ കാണിച്ചത് ഷെരീഫിന്റെ വീഡിയോ ആണ്. ഞാൻ ഇന്നലെ കണ്ടാന്ന് വീഡിയോ. അപ്പം അതില് ഈ സംഭവം ഞാൻ കേട്ടപ്പോൾ നെട്ടിയൊന്നുമില്ല. കാരണം എനിക്കറിയാം സാജി ആണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇന്നലെ നാളെ ഇത് തിരിഞ്ഞു കൊത്തും എന്നുള്ളത് അറിയാം. പാമ്പിനാണ് പാല് കൊടുത്തിരുന്നത് ഷെരീഫ്. അത് തിരിഞ്ഞു കൊത്തും, ഉറപ്പാണ്. അത് കൊത്തി, സൗകര്യത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് കൊത്തി. പക്ഷെ കൊത്തിയെടുത്ത് നിന്ന് ആ പാമ്പിന് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. അതിന്റെ വിഷം മൊത്തം ഇറക്കി ആര്? ഷെരീഫ്. മർമ്മസ്ഥാനം നോക്കിയിട്ട് കൊടുത്തു പണി. ഇപ്പം കാലുവാരിയ സാജിദ ഇപ്പൊ നോക്കിയപ്പോ സാജിദ വിചാരിച്ച മാതിരിയല്ല. വീഡിയോസ് സാജിദാന്റെ രഹസ്യമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാജിദ ഡിലീറ്റ് ചെയ്യാൻ ഷെരീഫിനോട് പറഞ്ഞ വീഡിയോസും പബ്ലിക്കാക്കി ഷെരീഫ്. അതിനിട കൊടുത്താരാ? അവൾ. അതാണ് പറഞ്ഞത്. മൂളയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വിചാരിച്ചു അത് ഡിലീറ്റ് ചെയ്തതാണെന്ന്. അപ്പൊ എനിക്ക് എന്തും ചെയ്യാൻ ഞാൻ അത് എത്ര ഓപ്പൺ ആക്കൂല എന്ന് വിചാരിച്ചു. മാത്രല്ല എന്റെ പേരിൽ കൂടെ ഇനിയിപ്പോ ഒന്നും കൂടെ വൈറലായിട്ട് വരും. വീഡിയോസ് ഇങ്ങനെ വരും, ഞാൻ എയറിൽ കയറും, അപ്പൊ എനിക്ക് വരുമാനം അതിൽ കൂടെ കൂട്ടാം എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ അതിങ്ങനെ ആയിപ്പോയി. ഫാത്തിസിന്റെ വീഡിയോസ് ഞാൻ കണ്ടതാണ്. പച്ചത്തെറിയാണ്. ഷെരീഫിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് കാണാം. കുറച്ച് 1 മിനിറ്റ് മാത്രം. ബാക്കി എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒഴിവാക്കുകയും ചെയ്തു. കാരണം കേൾക്കാൻ പറ്റാത്താണ്. അതാർക്കും പറയാലോ. അത് തെറി യൂണിവേഴ്സിറ്റി പോയി പഠിക്കണമെന്നില്ല. പക്ഷെ അയാൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ടാണ് അയാള് ഈ ഭൂമിയിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് എന്തും പറയാം. പക്ഷെ നമ്മൾ പച്ചക്ക് നിൽക്കുന്ന നമുക്ക് മനുഷ്യന്മാർക്ക് പറയാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ ബാക്കി കേട്ടോക്കാം. ഈ മറ്റേ സാജിദാടെ കെയർഫുള്ള ഒരാളും പറഞ്ഞേക്കണു. അതുപോലെ തന്നെ ഈ നാരിക്ക് പിന്നെ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനൊന്നും ആരും ഇല്ല. അതിന്റെ പേരിൽ വേറെ വഴിക്ക് ഞാൻ അറിഞ്ഞിക്കൂടാ. അതെങ്ങനെയുള്ളതെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതല്ല ഇപ്പോഴത്തെ വിഷയം. എന്നിട്ടും ഞാനത് മെയിൻ ചെയ്തില്ല. ഈ സാജിദാനോട് പോയി ചോദിക്കാനും നിന്നില്ല. പക്ഷെ സാജിദാനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ജി ഫാത്തിയായിട്ട് ബന്ധമല്ലേന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല പടച്ചോനെ നേരില്ല ഷെരീഫെ, ജി വേണമെങ്കിൽ വിശ്വസിച്ചോ, ഞാൻ ഒരിക്കലും എനിക്കെതിരെ അവനോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവന് പിന്നെ അവന്റെ സ്വയം ഇഷ്ടത്തിന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടതാണ്. ഞാൻ അവന്റെ വൈഫായിട്ട് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ ഞാനായിട്ട് ഒരു ബന്ധമില്ലാന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഒരാളായിട്ട് നമ്മൾ എന്തെങ്കിലും അറിഞ്ഞാൽ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പക്ഷെ അതിന്റെ ആൻസർ അവരെങ്ങനെ പറയുന്നു എന്നുള്ളത് അവരുടെ കടമയാണ്. അപ്പോൾ അത് അവരുടെ തീരുമാനമാണ്. അത് ഞാൻ വിട്ടുകൊടുത്തു. ഓക്കെ എന്നാ ശരി എന്ന് പറഞ്ഞു. അപ്പൊ അവര് തമ്മിലൊരു ബന്ധമല്ല കേട്ടോ. അപ്പൊ ഇന്നലെ ഫാത്തി എന്റെ ഉമ്മാനെ ഉപ്പാനെ എന്റെ ചെറിയ മക്കളെ എന്റെ ഭാര്യയൊക്കെ കുറിച്ച് നല്ല തെറി വിളിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു. അത്തരത്തിലുള്ള തെറിയ. അതിന്റെ അടിയിൽ കയറിയിട്ട് ഇവള് ആരെ ലാഭതിക്കണ നേരമായി ഇതാ സാജിദ പിന്നെ 100% ഇജ്ജ് പറഞ്ഞത് മുഴുവൻ സത്യ എന്നൊരു കമന്റും കൊടുത്തു. ആ കമന്റ് ഇതാണ്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് ആ കാണുന്നത്. ഈ സ്ക്രീൻഷോട്ടില് അപ്പോ അതില് 100% ശരിയാണെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അത് പറഞ്ഞ സാധനങ്ങളൊക്കെ ശരിയാണെന്ന് പറഞ്ഞതായിരിക്കും ഒരു പക്ഷെ. അതിലൊരു വാക്ക് പോലും കാര്യപ്പെട്ട വാക്കുകളായിട്ടില്ല. പോയിന്റ് ആയിട്ടൊന്നുമില്ല. വെറും തെറിയോണ്ട് അഭിഷേകം ചെയ്ത അങ്ങനെയുള്ള ഒരു വീഡിയോയിൽ താഴെ പോയിട്ട് 100% ശരി എന്ന് പറയാൻ മാത്രം എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പം അത്രയും വൈരാഗ്യം ഈ മാപ്പ് കൊടുത്ത ഷെരീഫിനോട് ഇവൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തന്നെ അവളെ മനസ്സിലാക്കാതെ പാമ്പന്നാണെന്ന് അല്ലെ. ഇത്രയും പകമൂത്തിട്ട് കാര്യം അവൾ വിചാരിച്ച മാതിരി ഒന്നും കാര്യങ്ങളായില്ല എന്നുള്ള ഒരു ദേഷ്യമാണ്. മാത്രമല്ല ഷെരീഫ് ഇപ്പൊ നാട്ടിലാണ്.
ഗൾഫിലുള്ളത് ഇവനാണ്. അപ്പൊ ഇവനായിട്ട് എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും ഇവൻ ആദ്യം കിട്ടിയിരുന്ന വീഡിയോയില് തമ്മനയില് കാണുമ്പോ തന്നെ സാജിദാനെ ഞാൻ കിട്ടി, സാജിദാനെ ഇപ്പൊ കിട്ടും, സാജിദ ഇവിടെ ഉണ്ട്, സാജിദ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ആ സാജിദാന്റെ മൗനം അവിടെ കാണുന്നുണ്ട്. എന്റെ പേര് വെച്ചിട്ട് കണ്ടമാനം ഒരാണ് ഇതേപോലെ തമ്മനയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ ആ ആണും ഞാനും തമ്മിൽ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഇല്ലാതെ എന്റെ പേര് വെച്ചിട്ട് അങ്ങനെ ചെയ്യൂല. ഞാൻ സൈലന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അതിന് പ്രകോപിതമായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആര് പെർമിഷനാ എന്തിനാ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പം നമ്മൾക്ക് ചോറ് തിന്നിട്ടല്ലേ വരുന്നതേ, നമ്മളൊക്കെ ജീവിതം കണ്ടിട്ടല്ലേ വരുന്നത്. ആണും പെണ്ണൊക്കെ ഒന്നിച്ച് ജീവിച്ചും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുടുംബം കൂട്ടായിട്ട് വരുന്നതല്ല നമ്മള്. അപ്പൊ അതിനും പതിനൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ അല്ലെ? ശരിയും തെറ്റൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവില്ലേ, എന്താണെന്നുള്ളത് മനസ്സിലാവില്ലേ? ചിലരെ അന്തായി പോകും. കാരണം പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, നാട്ടില്ല, എന്നില്ല. അതാണ് പ്രേമം എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ. കാരണം പ്രേമത്തിന് എണ്ണം വേണ്ടേ? എണ്ണം ഉണ്ടല്ലോ കുറച്ച്. ഇനി ബാക്കി കേൾക്കുക ഷെരീഫിന്റെ. 2000 ആള് എന്റെ ഇൻബോക്സിൽ എനിക്ക് വിട്ടുക്കണം. അപ്പോ ആ ഉമ്മാക്കിനെ ഞാൻ അവളുടെ കമന്റ് ഒന്ന് കാണിച്ചു കൊടുത്തു, മനസ്സിലായോ? പിന്നെയും എന്നോട് ഉമ്മ ഇതേക്കുറിച്ച് പറയരുത്, ഇന്ന് എങ്ങോട്ട് ദ്രോഹിക്കാൻ വന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചും അതിനുള്ള മറുപടി കൊടുക്കണേ എന്ന് പറഞ്ഞു. എന്റെ അമ്മ ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇനി എന്റെ ഉമ്മയുടെ സമയത്തിന് കാത്തു നിൽക്കേണ്ട കാര്യമല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഉമ്മ പറഞ്ഞത് ഞാൻ കേട്ടു, വീണ്ടും അവൾ തന്നെ തുടങ്ങി. അവൾ എന്തോ ഇൻബോക്സിൽ പറഞ്ഞോട്ടെ, അതിനെ ബാധിക്കില്ല. പക്ഷെ പബ്ലിക് ആയിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെച്ചപ്പോ അത് പബ്ലിക്കായിട്ട് തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കണം അല്ലെ? അപ്പൊ സാജിദ എന്നോട് പറഞ്ഞത് എന്റെ മക്കൾക്ക് മാനക്കടാണ്, അത് കാണുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്യുമോ? ആ ഓക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഇതോടുകൂടെ നിർത്തിക്കള, ഒതുങ്ങിക്കള എന്നും ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? പക്ഷെ ആ വാക്ക് നീ തെറ്റിച്ചു. ഇനി നിനക്ക് ന്യായീകരിക്കാനും പറയാനും അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 100 കാരണങ്ങൾ ഉണ്ടാവും. ഞാൻ അതിനല്ല 100% സത്യം പറഞ്ഞത്, ഞാൻ ഇതിനാണെന്നുള്ളത്. പക്ഷെ ആ വീഡിയോസിനകത്ത് മുഴുവൻ അവൻ പറയുന്നത്, നീ കമന്റ് അടിച്ച ആ വീഡിയോസിനകത്ത് മുഴുവൻ അവൻ പറയുന്ന തെറി എന്റെ ഉമ്മാനെയും എന്റെ മക്കളെയും എന്റെ വാപ്പാനെയും എന്റെ ഭാര്യനെയും ഒക്കെ അല്ലേ? അതിൽ കയറിയിട്ട് നീ 100% സത്യം എന്ന് അടിച്ചാല് അത് ഇന്ന എത്ര സെക്കൻഡ് മുതൽ ഇത്ര സെക്കൻഡ് വരെയുള്ള കാര്യങ്ങൾക്കാണെന്ന് ഞാൻ സ്വയം അതാണ് പിന്നെ ഷെരീഫ് ഡിലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എന്നുള്ള ധൈര്യത്തിലാണ് സാജിദ ഒരു കളി കളിച്ചു നോക്കിയത്. മരുന്ന് കിടന്ന് തുപ്പിയതിന് തുല്യായി. ഇപ്പൊ വന്നിട്ട് തുപ്പലം മൊത്തം വീണത്. സാരല്ല, തുടച്ചാ ഇനിയുണ്ടല്ലോ മാപ്പ് പറയുന്നത്, അതെല്ലാം നമുക്ക് ഉണ്ടാവുള്ളൂ. എന്റെ വാക്കെല്ലാം മാറ്റാൻ പറ്റുള്ളൂ. നോക്കി നോക്ക്, ഷെരീഫിന്റെ അടുത്ത് ഒന്നും കൂടെ പോയിട്ട് മാപ്പ് ചോദിച്ചു നോക്ക്. നീ കിട്ടിക്കോളൂ. എന്നോട് പലരും പറയുന്നു, നീ കുടിച്ച വെള്ളത്തിൽ അവളെ വിശ്വസിക്കരുത്, അവൾ നീ കളിക്കുന്നു, നീ കളിച്ചോ, അതിനൊന്നും പ്രശ്നമല്ല. പക്ഷെ ഞാൻ അറിയാതിരുന്നാ മതി. ഞാൻ അറിഞ്ഞു എന്ന് വെച്ചിട്ട് നീ പ്രശ്നമല്ല. എങ്ങനെ പേഴ്സണലി ആണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയാ, അതൊക്കെ നിങ്ങൾ നടത്തിക്കും. അതിലൊന്നും ഞാൻ ഇടപെടില്ല. പക്ഷെ പബ്ലിക്കിലാവുമ്പോൾ അതിൽ എനിക്ക് ഇടപെടാം. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കരാറില്ലേ അത് അവിടെ വെച്ച് കൊടുക്കും, മനസ്സിലായോ? അപ്പൊ ഷെരീഫും പിന്നെ സാജിദും തമ്മിലുള്ള ഒരു കരാർ ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി സാജിദ ഇന്നലെ ഇത് ഇല്ലാതാക്കി, തെറ്റിച്ചു. അപ്പം ഷെരീഫ് അതിനുള്ള റിപ്ലൈയും കൊടുത്തു. ഇനി സ്റ്റാർട്ട് ചെയ്യണം പ്രശ്നങ്ങൾ. ഇപ്പം എല്ലാം ഒതുക്കി ഒരു തല മാറ്റി വെച്ചത് നമ്മൾ തന്നെ പോയിട്ട് എന്താ പറയാ കക്കൂസ് പോകേണ്ടി എന്ന് പറഞ്ഞ മാതിരിയായി ഇപ്പം കഥ അല്ലെ? അപ്പൊ എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടു കാണാം. ഞാനും വിചാരിച്ചിരുന്നു, കാരണം ഒരുപാട് ആൾക്കാർ എന്നോടും ചോദിച്ചിരുന്നു, അരിഫതാത്ത ഇതൊക്കെ ഷെരീഫ് ഇങ്ങനെ പറഞ്ഞ് മാപ്പൊക്കെ കൊടുത്തിരുന്നു പറഞ്ഞപ്പോ സാജിദ നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇടുന്നു, പിന്നെ ഷെരീഫ് ഞാനും കൂടെ ഒന്നായിക്കണ്, നല്ല ഇതിൽ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ ഷെരീഫിന് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഓന്റെ കെട്ടിയോളടക്കം ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചിരുന്നു, വീട്ടിൽ കയറിയിട്ട് എന്തൊക്കെയാണില്ലേ, നിരപരാധിയായ കുഞ്ഞു മക്കളെ പോലും അവള് വെറുതെ വിട്ടില്ലല്ലോ. പക്ഷെ ഷെരീഫ് ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ വീട്ടിൽ കയറിയെങ്കിലോ അല്ലെങ്കിൽ അവരെ മക്കളെങ്കിലും അവരെ മാതാപിതാക്കളെങ്കിലും ആരെങ്കിലും വിളിക്കെങ്കിലും ചെയ്യുമെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ അവന്റെ മനസ്സിന്റെ വലുപ്പം, അയൽവാസി നാട്ടുകാരത്തെ ഒരു സ്ത്രീനോട് പക വെച്ചിട്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് അവന്റെ മനസ്സിന്റെ വലുപ്പം. പക്ഷെ അത് കണ്ടറിഞ്ഞില്ല അവള് കണ്ടറിയാത്തോണ്ട് ഇപ്പൊ ഇനി കൊണ്ടറിയും, അത്രേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും പറയാ, ചെയ്യാ, പ്രവർത്തിക്കാം. എന്റെ ഒന്നും പറഞ്ഞു വരരുത്, ഇനി കേൾക്കാനും പോകുന്നില്ല. ഞാൻ എല്ലാവർക്കും ഒരു വാണിംഗേ കൊടുക്കും, മനസ്സിലായോ? പ്രാവശ്യം അത് ഈ പബ്ലിക്കിൽ വന്ന് നിന്ന് അത്രയും ആളുകളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞതിന്റെ പേരിൽ ഒരു പെണ്ണാണെന്നുള്ള പരിഗണന, ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ, മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പരിഗണന ഞാൻ തന്നത്. അപ്പം ആ പരിഗണന പോലും ഇപ്പൊ നിസ്സാരാക്കി കളഞ്ഞു. അതാണ് പറഞ്ഞത്, മനസ്സിലാക്കാനുള്ള ഇതില്ല, മൂളുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികളെ തന്തനോടെങ്കിലും ആ മര്യാദക്ക് ജീവിക്കൂലായിരുന്ന. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിലല്ലേ, ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തുചാട്ടം, ഓട്ടം, പാച്ചിലും ഒക്കെ വരുന്നത്. എവിടുന്നാ ഇത്തിരി തണല് കിട്ടുക, മറ്റുള്ളവർക്ക് എന്താ വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാൻ തയ്യാറാണ്. അതാണ് ഇതിന്റെ ഒരു രഹസ്യം. അതാണ് കാരണം ഇതുവരെ അങ്ങനെ ചെയ്ത ആ ആളോടുള്ള നന്ദി കേടാക്കി കാണിച്ചു കണ്ടില്ലേ. വേറൊരു വൈക്കുന്ന വല്ലതും കിട്ടുമ്പോൾ മറ്റേനും വിട്ടുകൊടുക്കണം, മറ്റവനും പാര വെക്കണം. പക്ഷെ പാര വെക്കുമ്പോ ചിന്തിച്ചില്ല ഇവർ ചെയ്ത എന്താണ്. അതാണ് ശരി. പ്രൈവറ്റ് ആക്കി വെച്ച വീഡിയോസ് മുഴുവൻ പബ്ലിക് ആക്കി. ഇനി മക്കൾക്ക് എങ്ങനെ ജീവിക്കാൻ പറഞ്ഞേ, മക്കൾ എങ്ങനെയെങ്കിലും ഹോസ്റ്റലിലാക്കി വെച്ചാണ്. ഇനിയിപ്പൊ അവിടെ ഉള്ളവർ ഇത് കാണും അല്ലെ? അപ്പൊ മക്കളെ ജീവിതം എങ്ങനെയായി? പോങ്ങാട്ടായി.
മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒതുങ്ങേണ്ട ഒരു സ്ത്രീയായി കിടക്കുന്ന ഉമ്മയായിട്ട് എടുക്കുന്ന നീയാണ്. അതിന് പകരം എന്തിനാണ് അതൊക്കെ ചെയ്യേണ്ട ആവശ്യം? പക്ഷെ അത് എഴുതി കൊടുക്കാൻ അവൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന്റെ അടുത്ത് ചീത്ത വെക്കും. അപ്പൊ അങ്ങനെ എഴുതി വെച്ചതാണ്. ഇനിയിപ്പൊ നിന്റെ ഐഡി എന്നല്ലാതെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഐഡി വേറെ ആരോ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് വരാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം.